സ്വാമി ശബരിമലയിലേക്കുള്ള യാത്ര. നമ്മളിപ്പോൾ എരുമേലി എത്തിയിരിക്കുകയാണ്. എരുമേലി പേട്ടതുള്ളൽ കാണാം. നമ്മൾ കോയിക്കക്കാവ് ചെക്ക് പോസ്റ്റ് കടന്നിരിക്കുന്നു. ഇനി അങ്ങോട്ട് കാട്ടിലൂടെയുള്ള യാത്രയാണ്. അപ്പോൾ ഇനിയുള്ള യാത്ര കാനനപാതയിലൂടെയാണ്. കോയിക്കക്കാവിൽ നിന്നും ഏകദേശം 3 കിലോമീറ്ററോളം കാട്ടിലൂടെ നടന്നു കഴിയുമ്പോൾ കാളകെട്ടി എന്ന സ്ഥലത്തെത്തും. ഇത് തേക്കുമരങ്ങളും മുളം കാടുകളുമുള്ള കാടിൻ്റെ ഭാഗമാണ്. ആന ഇറങ്ങുന്ന സ്ഥലം കൂടിയാണ് ഇവിടം. രാവിലെ 6 മണി മുതൽ ഉച്ച കഴിഞ്ഞ് 2 മണി വരെയാണ് കോയിക്കക്കാവ് ചെക്ക് പോസ്റ്റ് വഴി കടന്നു പോരാനുള്ള സമയം. 2 മണി കഴിഞ്ഞാൽ പിന്നെ ചെക്ക് പോസ്റ്റ് വഴി കടത്തിവിടുന്നതല്ല. അപ്പോൾ നമ്മൾ കാളകെട്ടി എത്തിയിരിക്കുന്നു. കാളകെട്ടി ശിവപാർവതി ക്ഷേത്രം കാണാം. കാളകെട്ടിയിൽ നിന്നും ഏകദേശം 2 കിലോമീറ്റർ ദൂരത്തിലുള്ള അഴുതയിലേക്കെത്താം. ഇവിടെ പമ്പാ നദിയുടെ കൈവഴിയായ അഴുതാ നദി കാണാനാവും. ഇപ്പോൾ ഉടുമ്പാറവില്ലൻ ശ്രീ അയ്യപ്പ ക്ഷേത്രത്തിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ യാത്ര തുടരാം. അയ്യപ്പന്മാരുടെ കാനനപാത. മണ്ഡലകാല തീർത്ഥാടന കാലത്ത് 2 മാസം മാത്രമാണ് ഈ കാനനപാത നമുക്ക് തുറന്നു കിട്ടുന്നത്. കാടിൻ്റെ നല്ല സൂപ്പർ വ്യൂവും കാടിൻ്റെ ഒരു നല്ല ഫീലുമുണ്ട്. കാളകെട്ടി കഴിയുമ്പോൾ നമ്മൾ കൊടും വനത്തിലേക്കാണ് പ്രവേശിക്കുന്നത്. ഇതാണ് പരമ്പരാഗത കാനനപാത. നല്ല തിരക്കുണ്ടാവുന്ന കാനനപാതയാണ്. അന്യസംസ്ഥാന തീർത്ഥാടകരെയും ഈ വഴി കാണാൻ സാധിക്കും. കാട്ടിൽ ഒരുപാട് വന്യജീവികളും ഉള്ളതാണ്. നമ്മൾ നേരത്തെ നടന്നു വന്നതുപോലെയുള്ള നിരപ്പ് വഴികളല്ല ഇവിടെ. ഇതിലെയൊക്കെ ചെറിയ അരുവികളും വെള്ളച്ചാട്ടങ്ങളുമുണ്ട്. മഴ പെയ്താൽ ഇവിടെയൊക്കെ അട്ടകളുടെ ശല്യവും ഉണ്ടാകും. ഇവിടെയൊക്കെ ആന ഇറങ്ങുന്ന സ്ഥലങ്ങളുമാണ്. ഇവിടേക്ക് നമ്മൾ വന്നു കഴിയുമ്പോൾ നേരത്തെ കണ്ടിരുന്നത് പോലെ വീതിയുള്ള വഴികളല്ല. ഇവിടെയൊക്കെ ചെറിയ വഴികളാണ്. നമ്മൾ മുക്കുഴി എത്തിയിരിക്കുന്നു. ഇതൊരു യാത്രാമധ്യേയുള്ള ഇടത്താവളം കൂടിയാണ്. മുക്കുഴിയിൽ നിന്നുള്ള ചെക്ക് പോസ്റ്റ് രാവിലെ 7 മണിക്കാണ് തുറക്കുന്നത്.
കരിമലയും പമ്പയും പിന്നിട്ട് നമ്മൾ ശബരിമലയിൽ എത്തിയിരിക്കുന്നു. സന്നിധാനത്തെ കാഴ്ചകൾ കാണാം. എല്ലാ വർഷവും 3 കോടി മുതൽ 5 കോടി വരെ ആളുകൾ ശബരിമല സന്ദർശിക്കുന്നുണ്ട് എന്നാണ് കണക്കുകൾ. പതിനെട്ടാം പടിയിലെ ഭക്തജന തിരക്ക് കാണാം. ഏവർക്കും ഭക്തനിർഭരമായ ഒരു മണ്ഡലകാലം ആശംസിക്കുന്നു.